ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഇന്ന് എനിക്കിവിടെ കുറച്ച് കോരഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചക്കക്കുരു ഇട്ടാണ് ഞാനിവിടെ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞണ്ട് ചക്കക്കുരു പച്ചക്ക കൂർക്കയൊക്കെ ഇട്ട് വെക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ ചക്കക്കുരു ഇട്ടാണ് ഈ ഞണ്ട് ഒലത്തിയെടുക്കാൻ പോകുന്നത്. ഞണ്ട് കറിയല്ല, ഒരു ഒലത്താണ്. ചെറിയൊരു ഗ്രേവിയോടുകൂടിയുള്ളൊരു ഒലത്താണ് കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഞണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ടിൻ്റെ കാലൊക്കെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം വെട്ടിയെടുക്കുക, അല്ലെങ്കിൽ അതേപോലെ ഒന്ന് പിരിച്ചെടുത്താലും ഞണ്ടിൻ്റെ കാലൊക്കെ വിട്ടുപോരും. എനിക്ക് പിരിച്ചെടുക്കുന്നതിനെക്കാട്ടും ഇഷ്ടം ഇതേപോലെ കത്രിക വെച്ച് വെട്ടുന്നതാണ്. അപ്പോൾ ഈ പുറത്തുള്ള ചെകള പോലത്തെ ഈ സാധനമൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഞണ്ട് രണ്ടായിട്ടൊന്ന് പൊളിച്ചെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങൾ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഞണ്ടൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഞങ്ങളിവിടെ ഒരു ബ്രഷ് ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പുതിയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഈ ഞണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ടിൻ്റെ ഈ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് തേച്ച് കളയും. ഞണ്ടൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ കാലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ബ്രഷ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ചെറിയ കാലുകളെല്ലാം കൂടി ചട്ടിയിലോട്ടിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കും. അങ്ങനെയാണ് ഞണ്ടിൻ്റെ ചെറിയ കാലുകൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നുള്ള കളി കൂടി എടുക്കും. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതേപോലെ കത്തിക്ക് ചെറുതായിട്ടൊന്ന് വിരിയിച്ച് കൊടുത്തെങ്കിൽ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. ഇതിൻ്റെ നടുക്കൊരു ചെറിയൊരു വെള്ള കളറിലെ പൂ പോലത്തെ ഒരു സാധനമുണ്ട്. അതൊഴികെ നമ്മൾ ഈ കളി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ ഞണ്ട് കറിയുടെ ടേസ്റ്റ് തന്നെ ഈ കളിയാണെന്നാണ് പറയുന്നത്. ഒരു ഞണ്ടിന് പൊന്നൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഞണ്ടായിരുന്നു, നല്ല കഴമ്പൊക്കെയുള്ള നല്ല അടിപൊളി ഞണ്ടാണ്. പിന്നെ ഇത് നാടൻ ഞണ്ടല്ല, നാടൻ ഞണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുറേ നാൾ കൂടി ഞണ്ട് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരു കറി വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കുറച്ച് അധികം ഉള്ളി, കുറച്ച് പച്ചമുളക്, വേപ്പില, ഇഞ്ചിയാണ് ഇതിൻ്റെ അകത്തുള്ള മസാല. പിന്നെ കുറച്ച് മസാലപ്പൊടികൾ. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് നമ്മുടെ ഞണ്ടിൻ്റെ വലിയ കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഞണ്ടിൻ്റെ കാലുകളൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ തിളച്ച് നല്ലതുപോലെ ആവിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ പച്ചമുളകിന് ഇച്ചിരി എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടേ കുറയ്ക്കേ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഞണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള കളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞണ്ട് തിളച്ച് ഏകദേശം ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചക്കക്കുരു രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടുക അല്ലെങ്കിൽ 4 ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ഇടാം. ഞാനിവിടെ ജസ്റ്റ് രണ്ടായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചക്കക്കുരു ഇടുന്ന സമയത്ത് നമുക്ക് ചക്കക്കുരു വേവാനുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചധികം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് താളിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചതച്ച മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇത്രയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ താളിച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചക്കക്കുരു ഒരു ചെറിയ വേവും കൂടി ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ എല്ലായിടത്തോട്ടും എത്തുകയും നമ്മുടെ ഞണ്ടിൻ്റെ അകത്തോട്ടും ചക്കക്കുരുവിൻ്റെ അകത്തോട്ടൊക്കെ നമ്മുടെ മസാലയുടെ ടേസ്റ്റൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അധികം മസാലയൊന്നും ചേർത്തിട്ടില്ല, ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഫ്ലേവർ നിൽക്കുന്നത് കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഞണ്ടിൻ്റെയും ആ ഒരു ഫ്ലേവർ പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ മസാലപ്പൊടി ഇടാഞ്ഞത്. പിന്നെ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസാലപ്പൊടിയും തക്കാളിയൊക്കെ ഇടാം.
അപ്പോൾ എനിക്ക് കിട്ടിയത് നല്ല ചക്കക്കുരുവായിരുന്നു, നല്ല വെന്ത് പഞ്ഞി പോലെ ഉടങ്ങി പോകുന്ന ചക്കക്കുരുവായിരുന്നു. അരപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞണ്ടിൻ്റെയും ആ കുരുമുളകിൻ്റെയൊക്കെ കൂടിയുള്ളൊരു നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇട്ട് ഉലർത്തിയ ഞണ്ട് റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.